വൈകുന്നേരം നമുക്കിവിടെ വലിയ സമ്മേളനം, പൊതുസമ്മേളനം കുറേ ഏരിയ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കാൻ പോകുന്നു. സഖാവ് VS അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് കൊണ്ടും ഇവിടെ നമുക്കെല്ലാം പ്രിയപ്പെട്ട സുനിൽ P. ഇളയിടം മാഷിൻ്റെ പ്രഭാഷണം ഇനി അങ്ങോട്ട് നടക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടും ഞാൻ സുദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് നീങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ മുഖ്യമന്ത്രിയായി, അതിനു മുമ്പ് പ്രതിപക്ഷ നേതാവായി, ജനങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഓരോരാളായി അവരെല്ലാം കാണുന്ന സഖാവ് VS ആ രീതിയിൽ, ആ അർത്ഥത്തിലാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ വർഷം നമുക്കറിയുന്നത് പോലെ നമ്മെ വിട്ടുപിരിഞ്ഞ സഖാവ് VSൻ്റെ അന്ത്യയാത്ര. ആ അന്ത്യയാത്രയുടെ മുന്നിൽ, എല്ലാവരുടെയും മുന്നിൽ സഞ്ചരിച്ച CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ ഒരു വാഹനത്തിൽ മുന്നോട്ടേക്ക് വന്ന കാഴ്ച അതൊരു അത്ഭുതകരമായ കാഴ്ച തന്നെയാണ്. ലോകത്ത് നടന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളുടെ നിര്യാണത്തെ തുടർന്ന് നടത്തിയിട്ടുള്ള വിലാപയാത്ര, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു യാത്ര സഖാവ് VSന് ലഭിച്ചു എന്നുള്ളത് നമ്മളെല്ലാം കാണുക. ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള മനുഷ്യരുടെ ഒരു ഒഴുകി ചേരുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. തിരുവനന്തപുരം മുതൽ ഇവിടെ അവസാനിക്കുന്നത് വരെ ഈ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ മണ്ഡപത്തിൻ്റെ അവിടെ അവസാനത്തെ അന്ത്യവിശ്രമ സമയം വരെ ഈ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തി. ഇവിടെ ഇപ്പോഴും പുഷ്പാർച്ചനയുടെ ഭാഗമായിട്ട് വിളിച്ചതുപോലെ കണ്ണേ കരളെ VS, ഇല്ല നിങ്ങൾ മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് നമ്മൾ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ കണ്ടത്. അതൊരു വൈകാരിക പ്രകടനമായിരുന്നു. എങ്ങനെയാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദിയായ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ വൈകാരിക തലത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഖാവിനെ കൃത്യമായിട്ട് യാത്ര നൽകുന്ന ഒരു സമീപനം എങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിക്കുമ്പോഴാണ് ആരെങ്കിലും വെറുതെ പൊട്ടിക്കരയുന്നതല്ല, മനുഷ്യൻ്റെ മനസ്സിനെ ബാധിക്കുന്നതാണ്. അവർ സ്വാംശീകരിച്ച ഈ വിപ്ലവ അവബോധത്തിൻ്റെ ഭാഗമായി എൻ്റെയോടൊപ്പമുള്ള എൻ്റെ ഒരു സഹോദരനെ പോലെ എൻ്റെ സഹപ്രവർത്തകൻ മരിക്കുന്നു എന്ന് വരുമ്പോൾ കാണുന്ന ആ വൈകാരികമായ ഒരവസ്ഥ, അത് കരൾ പൊട്ടുന്ന രീതിയിൽ മനുഷ്യർ അവതരിപ്പിക്കുകയാണ്. കാണുകയാണ് നമ്മൾ ഒരു മനുഷ്യൻ്റെ ജീവിതം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിപ്ലവകാരിയുടെ ജീവിതം, സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി വിവിധ ദിശകളിൽ ഇടപെട്ട് സാമൂഹ്യ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ പാടുപെട്ട് പണിയെടുത്തത്, തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള പ്രയാസങ്ങളും എല്ലാ രീതിയിലുള്ള സഹനപൂർവമായ ജീവിത അനുഭവങ്ങളും ഒന്നും വകവെക്കാതെ മുന്നോട്ടേക്ക് പോയി കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവായി സഖാവ് VS മാറുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ആ മാറ്റത്തിൻ്റെ പ്രക്രിയയിൽ ഇടപെട്ടവരാണ് സഖാവ് VSനെ കണ്ണേ കരളെ VS എന്ന അഭിസംബോധന ചെയ്ത് ഇല്ല മരിക്കില്ല ഒരു കാലത്തും എന്ന് സ്വന്തം ഏറ്റുവിളിച്ച് അവരത് പ്രകടനമായ രീതിയിൽ പ്രഖ്യാപിച്ച സഖാവ് VSൻ്റെ ഒരു യാത്ര. ഇതൊരു പുതിയ അനുഭവമായിരുന്നില്ലേ നമുക്ക്? ആലപ്പുഴക്ക് പ്രത്യേകമായും അതൊരു അനുഭവമായിരുന്നു. കേരളത്തിന് ഒരു പുതിയ അനുഭവമായിരുന്നു. VS ഇല്ലാത്ത ഒരു വർഷം ഇപ്പോഴും നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. ഒരു പുതിയ ഗവൺമെൻറ്, UDFൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഈ കേരളം നേടിയ, ഞാൻ നേരത്തെ പറഞ്ഞ മൗലികമായ മാറ്റം ഉൾപ്പെടെ ചേർത്തുണ്ടാക്കിയ എല്ലാറ്റിനെയും തകർക്കുമെന്നുള്ളതിന് കൃത്യമായ അവതരണമാണ് വൈറ്റ് പേപ്പറിലൂടെയും പിന്നീട് നടന്ന നമുക്കെല്ലാം അറിയുന്ന ബഡ്ജറ്റിലൂടെയും നടത്തിയിട്ടുള്ളത്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. കേരളത്തെ മുഴുവൻ സ്വകാര്യവൽക്കരിക്കാൻ, ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ, നമ്മുടെ തീരപ്രദേശങ്ങളും കടലും നമ്മുടെ മണ്ണും ഭൂമിയുമെല്ലാം പൂർണ്ണമായി കുത്തക മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന 2 മാസം പൂർത്തിയായ ഒരു ഗവൺമെൻറ്റിൻ്റെ മുമ്പിലാണ് നമ്മൾ ഈ ദിനാചരണ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ട് വലിയ പോരാട്ടങ്ങൾ നടക്കും. ഇന്ത്യയിലാണെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ട ഏറ്റവും ഉജ്ജ്വലമായ ഒരു പോരാട്ടം, യുവതികളുടെ ഒരു പോരാട്ടം നമ്മൾ കണ്ടു. 10,000-കണക്കിന് ആളുകൾ ഇരമ്പി എത്തിയിട്ടുള്ള പാർലമെന്റ് മന്ദിരത്തിന്റെ മുമ്പിലേക്കുള്ള മാർച്ച്.
ചരിത്രത്തിലില്ലാത്ത രീതിയിൽ, കഴിഞ്ഞ കാലത്തൊന്നുമില്ലാത്ത രീതിയിൽ അവർ എരമ്പി കയറിയത് പാർലമെന്റ് മന്ദിരത്തിന്റെ തൊട്ടടുത്ത് വരെയാണ്. എല്ലാ ബാരിക്കേഡുകളെയും ഉല്ലംഘിച്ചുകൊണ്ട് ഈ ജനത എന്ന് പറഞ്ഞാൽ ഈ യുവജനം, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം, SFI കൂടി ചേർത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ആ ഉജ്ജ്വലമായ പോരാട്ടം അതാണ്. ആ പോരാട്ടത്തിൽ നിരവധി കുട്ടികൾ ഇപ്പോൾ ആശുപത്രിയിലാണ്. ലാത്തി ചാർജ് മാത്രമല്ല, ഗ്രനേഡ് ഉപയോഗിച്ചിട്ടുണ്ട്, ടിയർ ഗ്യാസ് ഉപയോഗിച്ചിട്ടുണ്ട്, ലാത്തി ഉപയോഗിച്ചിട്ടുണ്ട്. പെൺകുട്ടികൾ ഉൾപ്പെടെ തല തല്ലിപ്പൊളിക്കുന്ന അവസ്ഥ നമ്മൾ കൃത്യമായിട്ട് ദയനീയമായിട്ട് കണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തലസ്ഥാന പട്ടണത്തിൽ നടന്ന ഏറ്റവും ശക്തമത്തായ പ്രതിരോധവും ഏറ്റവും ശക്തമത്തായ കടന്നാക്രമണവും നമ്മൾ ഇന്നലെ കണ്ടു. ഇത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പ്രധാൻ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം ഇവിടെ നടത്തുന്ന, രാജ്യം മുഴുവൻ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്ന പരീക്ഷ, നീറ്റ് പരീക്ഷ, ആ പരീക്ഷയിൽ കൃത്രിമം നടത്തി ആ പരീക്ഷ തന്നെ റദ്ദാക്കുന്ന പശ്ചാത്തലത്തിൽ 10-20 കുട്ടികളാണ് ആ സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ആ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള സമരമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ആ സമരം വമ്പിച്ച വിജയമാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ യുവാക്കളും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സജീവമായി രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന് അവരുമായി സമരം നടത്തുന്നവരുമായി ചർച്ച ചെയ്യാം എന്ന തീരുമാനത്തിലേക്ക് വരേണ്ടി വന്നത്. ഒരു ഭാഗത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും പുരോഗമന ശക്തികൾക്കുമെതിരായി ലോകത്ത് തന്നെ വലതുപക്ഷ തീവ്രശക്തികൾക്ക് മുൻകൈ കിട്ടുമ്പോൾ ലോകത്താകെയും വർഗീയ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മതനിരപേക്ഷതയെ തകർത്ത് ഒരു ഹിന്ദുത്വ അജണ്ട വെച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഫാസിസ്റ്റിക് സമീപനം സ്വീകരിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഉള്ളപ്പോൾ അതിനെതിരായി പ്രതിഷേധിക്കുന്ന പുതിയ തലമുറയെ ആകെ അടിച്ചമർത്തി ഞങ്ങളിതാ ഈ ഇന്ത്യ ഭരിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ അവർക്കാവില്ല, ലോകത്തൊരു ശക്തിക്കുമാവില്ല. ലോകത്ത് തൊഴിലാളി വർഗ പ്രസ്ഥാനം കാണുന്നത് ഏതെങ്കിലും ഒരു നാട്, ഏതെങ്കിലും രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒരിക്കലും അടിച്ചമർത്തനത്തിന്റെ ഭാഗമായിട്ട് മാത്രം പിന്നോട്ടേക്ക് പോകുന്നവരല്ല ജനത. ലോകത്തെവിടെയും അത് തന്നെയാണ്. താൽക്കാലികമായ പരാജയങ്ങൾ ഉണ്ടാവും. ആ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ പുരോഗതിയിലേക്ക്, പുതിയ തലത്തിലേക്ക് നമുക്ക് ലോകവ്യാപകമായിട്ട് മുന്നേറാനുള്ള പുതിയ ശക്തികൾ അമേരിക്ക ഉൾപ്പെടെയുള്ള മേഖലയിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഒരു പൊതുവായ ചിത്രം. നമുക്ക് ഇന്ത്യയിലും ആ നിലയിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയും. ഇവിടെ ആഗോളവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും ഈ രാജ്യമാകെ തൂക്കി വിൽക്കുന്നതിന്റെയും ഭാഗമായിട്ട് നിലപാടുകൾ വി.ഡി. സതീശനും UDF-ഉം ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വർഗീയ ശക്തികൾ അഴിഞ്ഞാട്ടം നടത്തുന്ന, വർഗീയ ശക്തികൾക്ക് പൂർണ്ണമായിട്ട് കീഴടങ്ങുന്ന ഒരു ഗവൺമെന്റായി, ഒരു BJP ഗവൺമെന്റിനെ പോലെ നിലപാട് സ്വീകരിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു ഇവിടെ ഈ കേരളത്തിൽ എന്നുള്ളതാണ് ഞങ്ങളല്ല, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഈ ഗവൺമെന്റ് മറ്റെല്ലാ സംസ്ഥാന ഗവൺമെന്റുകളെയും പോലെ അദാനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണെന്ന് പറയാനാവില്ല എന്ന് പറഞ്ഞത് അങ്ങനെ ആവാൻ പറ്റില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ്. പക്ഷേ അതിലേക്കാണ് വി.ഡി. സതീശന്റെ നിലപാട്. ഇതിനെല്ലാം ചെറുത്തു നിന്നുകൊണ്ട് സഖാവ് VS-ന്റെ ഊർജം, സഖാവ് VS-ന്റെ സ്മരണ നമ്മൾ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നത് കേവലമായ യാന്ത്രികമായ ഒരു വിശദീകരണമല്ല. അത് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്ത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പോരാടാനുള്ള ആ ആർജവം, അതെല്ലാം ചേർത്തുകൊണ്ട് ഈ ഗവൺമെന്റ്, UDF-ന്റെ ഗവൺമെന്റ് തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ, കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നിലപാടുകൾ ഇപ്പോൾ കുട്ടികൾക്കെതിരായി നടന്ന കടന്നാക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് അതിശക്തിയായ പോരാട്ടങ്ങളിലേക്ക്, സമരങ്ങളിലേക്ക് ഞങ്ങളിതാ മുന്നേറുന്നതിനുള്ള കരുത്തായി സഖാവ് VS-യെ അങ്ങനെയാണ് ഞങ്ങൾ മാതൃകയാക്കുന്നത് എന്ന് ഈ അനുസ്മരണ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.